മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. എന്തിനാണ് വിവാഹം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ ചിന്തിച്ച ഒരേ ഒരു പോയിന്റാണ് പറഞ്ഞത്. പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സഭാപ്രസംഗയിൽ നിന്നുള്ള ഭാഗവും എടുത്ത് പറഞ്ഞിരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറ്റിയ ഒരാളിനെ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറയാൻ എന്തിനാണ് വിവാഹം എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഫോർ പ്ലഷർ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് വിവാഹം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം എന്ന് പറയുന്നു. ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. സെക്ച്വൽ റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിവാഹം അതിനുവേണ്ടി കൂടെയാണ് വെച്ചിരിക്കുന്നത്. ഈ സെക്ച്വൽ റിലേഷൻഷിപ്പ്, ലൈംഗികമായിട്ടുള്ള ബന്ധം, അത് ഫോർ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്, അത് സന്തോഷത്തിന് വേണ്ടിയും ആനന്ദത്തിന് വേണ്ടിയും ദൈവം തന്നിരിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ചെയ്യേണ്ടതാണ്. പാപത്തിൻ്റെ ഒരു അവസ്ഥയല്ലത്, പാപം ഉള്ള ഒരവസ്ഥയല്ല. നമ്മൾ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. സെക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാരേജിനകത്ത് തന്നെ പാപമാണ്, അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ആ കുഞ്ഞ്, അതുകൊണ്ട് കുഞ്ഞ് പാപിയാണ് എന്നൊക്കെയുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതികളുണ്ട്. അങ്ങനെയൊന്നുമല്ല. പാപം നമ്മുടെ പിതാക്കന്മാരായിട്ടുള്ള ആദാമും ഹവ്വായും ദൈവത്തെ അനുസരിക്കാതെ വന്നുകൊണ്ട് അന്ന് വന്ന പാപമാണ് അത് തലമുറയായിട്ട് തുടരുന്നത്. അതുകൊണ്ട് സെക്ച്വൽ ഇന്റർകോഴ്സ് വഴി ഉണ്ടാകുന്നതൊന്നും പാപമല്ല. അങ്ങനെയല്ല പാപം ഉണ്ടാകുന്നത്. അങ്ങനെയൊന്നും പാപം ഉണ്ടായിരുന്നില്ല. അത് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ, അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നതായിരുന്നു. അത് അവരെ സന്തോഷത്തിൽ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫോർ പ്ലഷർ എന്ന് നമ്മൾ മറന്നു പോകുന്നു. ബൈബിളിലെ റിട്ടേൺ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച്. എബ്രായർ 13:4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ ആൻഡ് ദ ബെഡ് അൺഡിഫൈൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. വിവാഹം എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദുർനടപ്പുകാരും വ്യഭിചാരികളും. ദുർനടപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ മാരിറ്റൽ സെക്ച്വൽ റിലേഷൻ, കല്യാണത്തിന് മുമ്പുള്ള, വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധം. ഒരു വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധം ദുർനടപ്പാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പം വിവാഹം നേരത്തെ സൂചിപ്പിച്ച്, വിവാഹം നേരത്തെ ട്രയൽ നടത്തി, എക്സ്പീരിയൻസ് നടത്തി ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ തലമുറ അതും എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു തലമുറയാണ്. കാരണം അത്രയ്ക്ക് പെർവേർഷൻ പിശാച് കൊണ്ടുവന്ന് കുടുംബജീവിതത്തിലും എല്ലാ യൂത്ത്സിലും കൊണ്ടുവന്ന് കുത്തി നിറച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ പാപമല്ല, ലീഗലൈസ് ചെയ്തിരിക്കുകയാണത്. അതുകൊണ്ട് ദുർനടപ്പ് ധാരാളമായിട്ട് ഇന്ന് കാണുന്നു. എന്നാൽ ദുർനടപ്പുകാരെ ദൈവം വിധിക്കും എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്, വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹത്തിന് ശേഷമുള്ള അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് ശേഷം വേറെ പുരുഷനോടോ സ്ത്രീയോടോ കൂടി ബന്ധപ്പെടാനായിട്ട് പോകുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണ് വ്യഭിചാരം എന്ന് പറഞ്ഞത്. അന്നേരം ദുർനടപ്പുകാർ, വ്യഭിചാരികളെയും ദൈവം വിധിക്കും. കിടക്ക എന്ന് പറയുന്ന മീനിങ് ദാറ്റ് ഈസ് സെക്ച്വൽ റിലേഷൻഷിപ്പ്. അന്നേരം ശാരീരിക ബന്ധം നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ നിങ്ങൾ ജീവിക്കണം. അത് വെളിയിൽ അത് പാടില്ല. ഫാമിലി കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും സംസാരിക്കുമ്പോൾ ഈ സെക്ച്വൽ റിലേഷനെ കുറിച്ചുള്ള ചില ടോക്കുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇപ്പം വിവാഹത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹം ഇറ്റ് ഈസ് ഫോർ പ്ലഷർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശാരീരിക ബന്ധം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിവാഹത്തിന് വെളിയിൽ പാടില്ല എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. വിവാഹബന്ധം ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് ശാരീരികം മാത്രമല്ല, അത് മാനസികവും
ആത്മീയവുമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു എൻജോയബിൾ റിലേഷൻഷിപ്പാണ്. അത് ശരീരം മാത്രമല്ല, മനസ്സും ആത്മാവും ഒരുമിക്കുന്ന ഒരു റിലേഷനാണ്. അത് ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. സാധാരണ മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ച്വൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഉള്ള ഒരു മാരേജിനെ കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്നത് അങ്ങനൊരു മാരേജ് അല്ല, എൻജോയബിൾ ആയിട്ടുള്ള മാരേജാണ്. അയ്യോ, ദൈവം ക്രൂരനാണോ? ഒരിക്കലും ചിരിക്കാത്ത രീതിയും സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? അല്ല, ദൈവം ഒരിക്കലും അങ്ങനെയല്ല, ക്രൂരനായിട്ടുള്ള ദൈവമൊന്നുമല്ല. ദൈവം നമ്മുടെ സന്തോഷമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സന്തോഷം ദൈവിക പ്രമാണത്തിൽ നിന്നുള്ള സന്തോഷവും ദൈവിക വിശുദ്ധിയിൽ നിന്നുള്ള സന്തോഷവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് എതിരായിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വിശപ്പടക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കണം. ഓക്കെ, ദാഹം വന്നാൽ എന്താ ചെയ്യുന്നത്? ഭക്ഷണം അവിടെ ഇരിക്കട്ടെ, ദാഹം വന്നാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ കുടിക്കാൻ കിട്ടുന്നതെന്ന് നോക്കും. കുടിക്കാൻ കിട്ടുന്നത് എന്താ? സാധാരണ എന്താ? പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ ദാഹം മാറും. ഞാൻ തീരുമാനിക്കുക, ഞാൻ ഇനി മേലാൽ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുകയില്ല, അതിന് പകരം ഞാൻ കള്ള് കുടിക്കും അല്ലെങ്കിൽ മദ്യം കഴിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അങ്ങനെ ആരും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, മേ ബി, ഇല്ല. എന്നാൽ അതാണ് ദൈവിക പ്രമാണത്തിന്റെ ഒരു കൽപ്പനയുടെ ഒരു പെർവേർഷൻ എന്ന് പറയുന്നത്. അതാണ്, എനിക്ക് ദാഹം ഉണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണം, അത് നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് ദാഹം ഉണ്ടെങ്കിൽ ഞാൻ മദ്യമാക്കിയ വെള്ളത്തെ ഞാൻ മദ്യമൊക്കെ ചേർത്ത് അത് കഴിച്ചെൻ്റെ ദാഹം തീർക്കും എന്ന് പറയുമ്പോൾ അത് ദൈവികമല്ല, അത് പൈശാചികമാണ്. അതാണ് വ്യത്യാസം. എന്നാൽ എനിക്ക് ദൈവം ഒരു തക്കതായ തുണയെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോർ പ്ലഷർ. അതെനിക്ക് സന്തോഷത്തിന് കാരണമാണ്, അതെനിക്ക് സന്തോഷത്തിന് മുഖാന്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പാർട്ണറുമായി ലൈംഗിക ബന്ധം ആസ്വദിച്ച് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴേ ഞാൻ അത് വിട്ടിട്ട് എനിക്ക് എൻ്റെ സെക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ആരുടെ കൂടെങ്കിലും അങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകുന്നതാണ് ശരിക്കും ദൈവത്തിൻ്റെ കൽപ്പനയല്ല. അതാണ് പറഞ്ഞ പൈശാചികമാണ്. അതുകൊണ്ടാണത് നമ്മളെ എൻജോയ് ചെയ്യാത്തതുകൊണ്ടാണോ? ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും, എന്നാലും പിശാച് ഉള്ളിൽ കൊണ്ടുപോകും, ഇതിനേക്കാളും ബെറ്ററായിട്ട് വേറെ ഉണ്ടോ എന്ന് പറയും. അത് ഇവിടെയാണ് മാനസികവും ആത്മീയവുമായിട്ടുള്ള എൻജോയ്മെന്റ് വരേണ്ടത്. മനസ്സ് ഒരുപോലെയാകും. ഭാര്യ ഭർത്താവിൻ്റെ മനസ്സ് ഒരുപോലെയാവും. അവിടെ തന്നെ അവൻ്റെ ആത്മാവും ഒരുപോലെയാവും. അത് രണ്ടും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് സെക്ച്വൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇത് ശരിക്കും ഒരു സെക്ച്വൽ ലൈഫിലുള്ള ഒരു കൗൺസിലിങ്ങിനകത്ത് പറയുന്നൊരു കാര്യമാണ്. സെക്ച്വൽ ലൈഫിൽ മനസ്സിൻ്റെ ഐക്യം ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്, മനസ്സിൻ്റെ ഐക്യം. പിശാച് പല വേണ്ടാത്ത ചിന്തകൾ കൊണ്ടിടും. സെക്ച്വൽ റിലേഷൻഷിപ്പിൽ തന്നെ ചില വ്യക്തികൾ പ്രോണോഗ്രാഫിക് സൈറ്റിൽ പോയി കണ്ട ആളുകളെ ഓർത്തുകൊണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല, കാരണം മനസ്സ് ഒരുമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. മനസ്സ് ഒരുമിച്ച് ഇരിക്കണം, എങ്കിലേ ആ പ്ലഷർ എൻ്റെ പൂർണ്ണതയിലേക്ക് വരുള്ളൂ. വീണ്ടും മൂന്നാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്, ആത്മാവിൻ്റെ ഐക്യം. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വീണ്ടും അത് പഠിക്കും. നമ്മൾ സെലക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഒരിക്കലും തന്നെ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്നാണ് പറയുന്നത്. അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. എന്തിനാണ് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടുന്നത് പറഞ്ഞാൽ, എന്നിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. എന്നാൽ ഞാനൊരു അവിശ്വാസിയെ കല്യാണം കഴിക്കുമ്പോഴേ, പ്ലീസ് ശ്രദ്ധിക്കുക, ഞാനൊരു അവിശ്വാസിയെ കല്യാണം കഴിക്കുമ്പോഴേ ആ അവിശ്വാസി ഓഫർ ചെയ്യുന്നത് വേറൊരു ദൈവത്തിനെ ആയിരിക്കാം. അന്നേരം ദൈവത്തിൽ നിന്നല്ലാത്തതെല്ലാം പിന്നെ പൈശാചികമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു സാധനമൊന്നുമില്ല.
അത് ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ഓഫർ ചെയ്തിരിക്കുന്ന എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുമ്പോഴേ ഞാൻ വേറൊരു ദൈവത്തിന് ഓഫർ ചെയ്തിരിക്കുന്ന ഒരാളുമായിട്ട് ചേരുമ്പോൾ സ്പിരിച്വലായിട്ടൊരു കോൺജുഗേഷൻ അവിടെ ഇല്ല. ഇതാണ് ശലോമോന് സംഭവിച്ചത്. ശലോമോന്റെ ജീവിതം എടുക്കുമ്പോൾ അറിയാം, അനേകം ഭാര്യമാരുണ്ടായിരുന്നു. അവരെല്ലാം വന്നവരൊക്കെ ഓരോ വിഗ്രഹമായിട്ടാണ് വന്നത്. അതിന് എങ്ങനെയാണ് ദൈവത്തിനും മാമോനും തമ്മിൽ ഒരു ബന്ധം വരിക? എൻ്റെ ആത്മാവിന് എൻ്റെ ഭാര്യയുടെ ആത്മാവിന് യോജിക്കാൻ വയ്യാതെ വരുമ്പോഴും അവിടെ ഒരു പ്രയാസം വരും. ഇവിടൊക്കെയാണ് കലഹങ്ങളും പ്രയാസങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ മാരേജിനകത്ത് എപ്പോഴും പറയുന്നത് അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. നമ്മൾ അതിനെക്കുറിച്ച് സെലക്ഷൻ വരുമ്പോഴത് പറയും. അതുകൊണ്ട് എൻജോയ്മെന്റ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് പ്ലഷർ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. ക്രിസ്തീയ ജീവിതത്തിൽ മാരീഡ് ലൈഫിലെ പ്ലഷർ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇതെല്ലാം. മനസ്സിന്റെ ഐക്യമില്ലാതെ വരിക. അവിടെ എല്ലാം പെർവേർഷൻ കയറി നിറഞ്ഞിരിക്കുക. മനസ്സിൽ മുഴുവൻ പെർവേർട്ടഡ് ആണ്. ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിരിക്കുക. അതെൻ്റെ ഒന്ന് ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് വന്നായിരിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ക്യാരി ഫോർവേഡ്സ് എൻ്റെ ലൈഫിൽ എവിടെന്നെങ്കിലും വന്നിട്ടുള്ളതായിരിക്കും. അതെല്ലാം തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് കുത്തി നിറച്ചുകൊണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള പ്ലഷർ തരുന്നില്ല. അതുപോലെ എൻ്റെ ആത്മാവ് എൻ്റെ ഭാര്യയുടെ ആത്മാവുമായിട്ട് യോജിക്കാനായിട്ട് പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? എനിക്ക് ഫുള്ളായിട്ടുള്ള ഒരു സന്തോഷം, ഒരു എൻജോയ്മെന്റ് വരുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം നിലനിർത്താനാണ്, അല്ലേ? ആരോഗ്യം നിലനിർത്താനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒരു ചരല് പോലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം ഉള്ള ചരല് പോലെ, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണം ഒന്ന് തന്നാൽ പോരാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ. എന്തിനാ പിന്നെ ടേസ്റ്റിന്, നാക്കിലുള്ള ടേസ്റ്റിന്റെ മൊഡ്യൂൾസ് ഒക്കെ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണ്? എന്ത് പർപ്പസിനാണ്? ടേസ്റ്റ് അറിയുന്ന നാവ് തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത് എൻജോയ് ചെയ്ത് കഴിക്കണം. അതിനുവേണ്ടിയാണ് തന്നിരിക്കുന്നത്. വിവാഹ ബന്ധവും ശാരീരിക ബന്ധവും മാനസിക ബന്ധവും ആത്മീയ ബന്ധവും ഒക്കെ ഇതേപോലെയാണ്. എക്സൈറ്റിംഗ് ആൻഡ് എൻജോയ്മെന്റ് ആയിരിക്കണം. എവിടെങ്കിലുമൊക്കെ തടസ്സം വന്നാൽ അതിൻ്റെ ആ ഫുൾ എൻജോയ്മെന്റ് വരികയില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞത് എന്താണ്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേ വിവാഹം വിശുദ്ധവും എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും വിധിക്കും എന്ന് പറയുന്നു. നമ്മൾ ഈ ലോകത്തിലുള്ള റിസോഴ്സസ് ദൈവം തന്നിരിക്കുന്നതെല്ലാം നമ്മൾ അനുഭവിക്കണം. ധനത്തെക്കുറിച്ച് തിമോത്തി പറയുന്നു അങ്ങനെ തന്നെയാണ്. നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തന്ന ദൈവം. ടു എൻജോയ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ധനത്തെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മാരീഡ് ലൈഫ്, ഭാര്യയായാലും ഭർത്താവായാലും എൻജോയ് ചെയ്യുന്നു. അതിനകത്തൊരു വേർഡ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ അവളെ അറിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്നത് അവർക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്ത കാര്യം. അവൻ അവളെ അറിഞ്ഞു. അറിയുക എന്ന് പറഞ്ഞിട്ട് നോ, ടു റിയലൈസ്. ആ സ്നേഹത്തിൽ ഉള്ള ഒരിക്കലും പൊട്ടാൻ വയ്യാത്തൊരു ബന്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അറിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫോർ പ്ലഷർ. ആദ്യം ഞാൻ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ഫോർ പാർട്ട്ണർഷിപ്പ്. ഇപ്പം ഇനി ഞാൻ പറഞ്ഞ ഇറ്റ് ഈസ് ഫോർ പ്ലഷർ. ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ എൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ഒറ്റൊരു തോട്ടേ പറഞ്ഞുള്ളൂ. നമ്മൾ കുടുംബജീവിതം സന്തോഷത്തിന് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. വൈ വി ഷുഡ് മാരേജ്? ഇറ്റ് ഈസ് ഫോർ പ്ലഷർ. അതിൻ്റെ റെഫറൻസ് എടുത്തു. ജനസിസ് ചാപ്റ്റർ 1 സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം എന്ന് പറഞ്ഞ്, ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് പാപമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ ഓർ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് ദൈവം ന്യായം വിധിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് നമ്മളത് എൻജോയ് ചെയ്ത് ജീവിക്കണമെന്നും നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒരുമിച്ച് വെൽഡ് ചെയ്ത് ടുഗദർ ആക്കിയതുപോലെ നമ്മൾ ഒരുമിച്ചാകുന്ന അനുഭവം, അതാണ് ക്രിസ്തീയ കുടുംബത്തിലുള്ള അനുഭവം എന്നും പറഞ്ഞു. തീർച്ചയായും നമ്മളെ സഹായിച്ചു, ഒരു പരിധിവരെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ വിവാഹ ബന്ധങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്ന് ചിന്തിക്കുക. ഇനി അയ്യോ ഞാൻ ഇതുപോലൊന്നും ആവാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ തകർന്നു പോകേണ്ട ആവശ്യമൊന്നും. അതുകൊണ്ട് അതിൽ തകർന്നു പോകേണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി കുടുംബമായിട്ടിരുന്നൊന്ന് തീരുമാനിക്കുകയും
ഇനിയും ഞങ്ങൾ കഴിഞ്ഞുപോയി. അതിനെക്കുറിച്ചും കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തുടർന്നുള്ള നമ്മളിതെല്ലാം തന്നെ ഈ റിപ്പയർ സെഷനുണ്ട്. ഇതിനകത്ത് റിപ്പയർ ഫാമിലി പ്രോബ്ലംസിൻ്റെ സെഷനുണ്ട്. അതിനകത്താണ് കൂടുതൽ നമ്മളിതെല്ലാം കവർ ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഇത് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏകദേശം 10 ഫാമിലീസ്, ബൈബിളിൽ നിന്നുള്ള 10 ഫാമിലീസിൻ്റെ സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്ത് നമ്മൾ സംസാരിക്കും. അത് റെപ്പറ്റീഷൻ ചിലപ്പം വന്നേക്കാം, എന്നാൽ പോലും അപ്പോഴും നമുക്കവിടെ വലിയ റിയലൈസേഷൻ വരും. ദൈവം ഏത് രീതിയിലാണ് അത് ഡീൽ ചെയ്തതെന്നുള്ള റിയലൈസേഷൻ വരും. തീർച്ചയായും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിലേക്ക് സമർപ്പിക്കുക. ഇനിയും ദൈവം നമ്മുടെ ജീവിതം മുമ്പോട്ട് നടത്തുമ്പോഴേ അങ്ങനെയുള്ള കുറവുകളെ എല്ലാം മറന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും. അവിടെ നമ്മുടെ റിലേഷൻഷിപ്പിലെ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളിലെ വലിയ സന്തോഷവും വലിയ അനുഗ്രഹവും ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഈ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ കൃപ ഈ കുടുംബങ്ങളുടെ മേലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ തകർന്നു പോകാനായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് കീഴെ അത് വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വന്ന് ഒരുമിച്ച് സന്തോഷത്തോടിരിക്കുന്ന അനുഭവങ്ങളെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നും കർത്താവെ നിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ, വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതങ്ങളുടെ റിലേഷൻഷിപ്പും ഏറ്റവും വിശുദ്ധമായിരിക്കാൻ ഈ ദിവസങ്ങൾ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കമൻറ്റ് ബോക്സിൽ പ്രത്യേകിച്ച് കമൻറ്റ്സ് ഇട്ടാൽ അതിന് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാണ്, പ്രത്യേകിച്ചും കുടുംബത്തിൻ്റെ ആയിട്ടുള്ള പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.